ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവരെയും കർത്താവിൻ്റെ അനുഗ്രഹം പിന്തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 16-ാം സങ്കീർത്തനം 7-ാം തിരുവചനമാണ്. ഈ ലോകത്ത് ആരുടെ ഉപദേശമാണ് നമ്മൾ ശ്രവിക്കേണ്ടത്? നമുക്കറിയാം, പലരും നമ്മളെ ഉപദേശിക്കാൻ കാണും. ആ ഉപദേശങ്ങളെല്ലാം ചിലത് വിജയമാകാം, ചിലത് നമ്മുടെ തകർച്ചയാകാം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മളോട് പറയുകയാണ്, എപ്പോഴും ഉപദേശം സ്വീകരിക്കേണ്ടത് കർത്താവിൽ നിന്നാണ്. 7-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. ദൈവവചനത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ കയ്യിലെടുത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഉപദേശമാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഈശോ ഇസ്രായേൽ ജനത്തോട്, യഹൂദ മക്കളോട് ഈശോ സംസാരിച്ചത് ഉപദേശങ്ങളിലൂടെയാണ്, ഉപമകളിലൂടെയാണ്. വഴിതെറ്റിപ്പോകുന്ന പലരെയും ഉപമകളിലൂടെയാണ് കർത്താവ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. നമ്മുടെയും ജീവിതം ലോകത്തിൻ്റെ ഉപദേശങ്ങളിൽ പെട്ടുഴലാതെ കർത്താവ് എന്താണോ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, കർത്താവിൻ്റെ പദ്ധതി എന്താണോ ആ പദ്ധതി അനുസരിച്ച് നിങ്ങൾ വിജയം വരിക്കുവാൻ ദൈവവചനമാകുന്ന ഉപദേശത്തിലേക്ക് കർത്താവ് നിങ്ങളുടെ അന്തരംഗത്തിൽ എന്താണോ പറയുന്നത് അത് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ പിന്തുടരുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. കർത്താവിൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.